പോലെ ടാറ്റ പറയൂ. പോയി ഷാർപ്പ് എടുത്ത്. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരെത്തി. ഒരു ദിവസം അവിടെ റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഒരു പ്ലാനും ഇല്ലാത്തൊരു യാത്ര. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുകയാണ്. 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി. അപ്പൊ ഇനി ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അപ്പൊ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ പോണെന്ന് പ്ലാൻ ആയിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആനിവേഴ്സറി ആണ്. അപ്പോ എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല. പ്ലാൻ ചെയ്യണം. ബൈക്ക് സർവീസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ആക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ പോട്ടെ അല്ലേ, പോവല്ലേ? ബൈ ബൈ. അപ്പോൾ നമ്മൾ ഈ പുതിയ CB350 എടുത്ത ശേഷമുള്ള 3ാമത്തെ സർവീസാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ വയനാട്ടിൽ സർവീസ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ എവിടെയെങ്കിലും വന്നിട്ടുള്ള സർവീസ് ചെയ്യാം. പൊതുവേ ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് അമ്മൂൻ്റെ വീട്ടിൽ വരുമ്പം പെരിന്തൽമണ്ണ ബുക്ക് ചെയ്തിട്ടാണ് സർവീസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പെരിന്തൽമണ്ണയ്ക്ക് സർവീസിന് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നേരെ പെരിന്തൽമണ്ണ ലക്ഷ്യമാക്കിയിട്ട് വണ്ടി മുന്നോട്ട് വെച്ചു. ഈ കാണുന്നതാണ് പട്ടിക്കാട് റെയിൽവേ ക്രോസ്. എൻ്റെ വീട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന വഴിക്കുള്ള ആകെ ഒരു റെയിൽവേ ക്രോസ് ആണിത്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്കില്ലേ, അതാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പം മരങ്ങളൊക്കെ മുറിച്ചിട്ട് ആ ഭംഗിയൊക്കെ പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മഴക്കാലത്ത് 2 സൈഡും തേക്ക് മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഈ ഒരൊറ്റ വരി റെയിൽവേ പാത അതൊരു അടിപൊളി അനുഭവമാണ്. ഞാനിതുവരെ പോയിട്ടില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വാണിയംകുളത്തുനിന്ന് ഒറ്റപ്പാലം അല്ലെങ്കിൽ ഷൊർണൂർ വരെ പോയിട്ടുണ്ട്. നിലമ്പൂർ മുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അടുത്ത മഴക്കാലത്ത് നമുക്ക് എന്തായാലും ഈ റൂട്ട് കൂടെ ഒരു യാത്രയെ പ്ലാൻ ചെയ്യാം അല്ലേ? ഓക്കെ. നമ്മുടെ CB കുട്ടൻ ഓടി 12,000 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനും ഇവിടെ വരുമ്പം ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പെരിന്തൽമണ്ണ വണ്ടി ബുക്ക് ചെയ്യുന്നതിന് പകരം തിരൂരേക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ആ അബദ്ധം മനസ്സിലായത് ഞങ്ങൾ അവിടെ സർവീസ് സെൻറ്ററിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ പിന്നെ എന്തായാലും സമയം പോയി. ഇനി എന്ത് ചെയ്യുമെന്നായിരുന്നു പ്ലാൻ. ഞാൻ ആദ്യത്തെ പ്ലാൻ തിരുമാണ്ടാകുന്ന അമ്പലമൊക്കെ ഒന്ന് കവർ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ സമയം വൈകിയോണ്ട് അതെന്തായാലും നടക്കില്ല. അപ്പം ഞങ്ങൾ നേരെ അമ്മൂൻ്റെ അപ്പൻ്റെ ഇല്ലത്തേക്ക് വെച്ചു പിടിച്ചു. ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഏകദേശം ഒരു 4 മണിയായപ്പോഴേക്ക് സർവീസ് സെന്ററിൽ നിന്ന് കോൾ വന്നു. CB കുട്ട റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ സർവീസ് സെന്ററിൽ എത്തിയപ്പോഴേക്ക് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഓടിയ എവിടെ എത്തൂല എന്ന് മനസ്സിലായപ്പോൾ പാലക്കാടേക്കാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പാലക്കാട് പോയിട്ട് വേണം ഇനി എവിടെയൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ പോകണം എന്ന് പ്ലാൻ ചെയ്യാൻ. പക്ഷെ ഏകദേശം ദൂരമൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗും ഹെൽമെറ്റും ഒക്കെ സെറ്റപ്പ് ആക്കി മാപ്പ് വിട്ടിട്ട് ഞങ്ങൾ നേരെ പാലക്കാടേക്ക് പിടിച്ചു. ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ പ്ലാൻ നേരെ ഒന്ന് മധുരയിൽ പോയി മധുര മീനാക്ഷി അമ്മനെ കണ്ട് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങ് തിരിച്ചു വരാം എന്നാണ്. തൽക്കാലം അത്രേ പ്ലാനുള്ളൂ. പറ്റുമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാന്നുള്ളത്. അങ്ങനെ നേരെ പാലക്കാടേക്ക് വെച്ചു പിടിച്ചു. പാലക്കാടേക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറിന്റെ ട്രാവലേ ഉള്ളൂ എങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കുറച്ച് ചുറ്റി വളഞ്ഞ് ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തിട്ടാണ് പാലക്കാട് എത്തിയത്. 4 മണിക്കൂറല്ല, ചിലപ്പോൾ അതിലേറെ എടുത്തിട്ടുണ്ടാവും. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 14-15 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. 4ാം ക്ലാസ് മുതലാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ മലപ്പുറത്തേക്ക് താമസം മാറിയെങ്കിലും ഇടയ്ക്കൊക്കെ അമ്മ എന്തെങ്കിലും ആവശ്യത്തിന് ഒറ്റപ്പാലം പോകുമ്പോൾ ഞാനും കൂടെ പോകാറുണ്ട് ഈ ഫ്രണ്ടിനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 വർഷം ഗ്യാപ്പിലൊക്കെ എന്തായാലും കാണാറുണ്ട്. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും കാണാൻ നോക്കാറുണ്ട്. ഈ ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും. കണ്ട ആ ഒരു സന്തോഷത്തില് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ മറന്നുപോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ തിരിച്ചു പോയി എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഏകദേശം 7:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഏകദേശം ഒരു 9-9:30 ആയപ്പോഴേക്ക് നമ്മൾ പാലക്കാടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് നേരെ കയറി ചെന്നു. ഹോട്ടലിൻ്റെ പേര് ശ്രീഭവൻ എന്നാണ്. നമ്മൾ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ തന്നെ അമ്മ പുറകുന്ന സേവ 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 എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു
കഴിഞ്ഞ 2-3 പ്രാവശ്യം നമ്മൾ പാലക്കാട് വന്നപ്പോഴും നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു ഫുഡാണ് സേവ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴും ഓർഡർ ചെയ്തത് ഈ സാധനം തന്നെയാണ്, സേവ. ആ, അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാൽ പോയി വന്ന സമയത്ത് സേവയും കിഴിപ്പൊറോട്ടയും കിട്ടും, പാലക്കാട് സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് 2-3 ഹോട്ടലിൽ ഞാൻ കേട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 8:30-9 മണിയാകുമ്പോഴേക്ക് പാലക്കാടുള്ള ഒരുവിധം ഹോട്ടലുകളൊക്കെ അടയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്ന് കൽപ്പാത്തി വരെ ഇവരെ ഞാൻ കൊണ്ടുപോയി. കൽപ്പാത്തിയിൽ തന്നെ ഏതെങ്കിലും ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും കുറച്ച് സേവ മേടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിന്റെ പേരിൽ എന്നെ ഇവർ കളിയാക്കി കൊണ്ടു. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ സേവ ഓർഡർ ചെയ്തത്. അങ്ങനെ പാലക്കാടത്തെ സേവയും കഴിച്ച് അന്ന് രാത്രി ഞങ്ങൾ പാലക്കാട് തങ്ങി. പിറ്റേന്ന് മധുരയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീഡിയോസുമായിട്ട് വരാം. ബൈ.